ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് VLOOKUP എന്ന ഫോർമുല എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിലും അതേപോലെ കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ആൾക്കാരുമുണ്ട്. അവർക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു. ഒരു ബാങ്ക് റീകൺസിലിയേഷൻ കേസ് സ്റ്റഡിയായി എടുത്താണ് VLOOKUP എന്ന ഫോർമുല ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. VLOOKUP അല്ലെങ്കിൽ വെർട്ടിക്കൽ ലുക്കപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫയലിലെ ഏതെങ്കിലും ഒരു വാല്യൂവെ ഇൻപുട്ടായി സ്വീകരിച്ച് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു ഡാറ്റകളെ റിട്രീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് VLOOKUP. നമ്മുടെ ഈ കേസിൽ ചെക്ക് നമ്പറാണ് ഞാൻ ഇൻപുട്ടായി എടുത്തിട്ടുള്ളത്. കാരണം അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല എന്നത് തന്നെയാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ചെക്ക് നമ്പറിന് ശേഷം അടുത്തതായി ഡേറ്റ് അതുപോലെ എമൗണ്ട് എന്ന 2 കോളം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും റിട്രീവ് ചെയ്തെടുക്കേണ്ടത്. സോ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ആദ്യം ഡേറ്റ് കോളമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റിന് താഴെ ഉള്ള സെല്ല് സെലക്ട് ചെയ്തു. അതിൽ = എന്ന് പ്രസ് ചെയ്തതിന് ശേഷം VL എന്നടിച്ചപ്പോൾ തന്നെ എനിക്ക് VLOOKUP എന്ന ഫംഗ്ഷൻ ഇവിടെ സെലക്റ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കീബോർഡിലെ ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം ലുക്കപ്പ് വാല്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് നമ്മുടെ ഇൻപുട്ടാണ്, അതായത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെക്ക് നമ്പർ. അപ്പോൾ അതേ റോയിലുള്ള ചെക്ക് നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോമ പ്രസ് ചെയ്താൽ ടേബിൾ അറേ എന്ന് പറഞ്ഞ് കാണാം. ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളത്. ടേബിൾ അറേ എന്നുള്ളത് സോഴ്സ് ഫയൽ, അതായത് എവിടെയാണോ നമ്മുടെ സോഴ്സ് ഫയൽ, അതായത് നമ്മുടെ ഡാറ്റാസ് എവിടെയാണോ ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ കേസ് നോക്കുകയാണെങ്കിൽ കോളം A മുതൽ കോളം D വരെയാണ്. ഒന്നുകിൽ അത് മൊത്തമായി സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏരിയാസ് മാത്രം സെലക്ട് ചെയ്യുകയോ ചെയ്യാം. ഞാനിവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏരിയാസ് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും കോമ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൊടുക്കേണ്ടത് കോളം ഇൻഡെക്സ് നമ്പറാണ്. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെലക്ട് ചെയ്തിട്ടുള്ള കോളങ്ങളുടെ നമ്പേഴ്സാണ്. ഇടതു നിന്നും വലത്തോട്ട് ജസ്റ്റ് കൗണ്ട് ചെയ്യുക, 1 2 3 4 എന്ന്. ഇവിടെ ചെക്ക് നമ്പർ എന്നത് 1ാമത്തെ കോളം ഇൻഡെക്സ് നമ്പറും ഡേറ്റ് 2ഉം ബെനിഫിഷ്യറി ഓർ പേയി എന്നുള്ളത് 3ഉം എമൗണ്ട് എന്നത് 4ഉമാണ്. ഇവിടെ നമുക്ക് ഡേറ്റ് ആണ് റിട്രീവ് ചെയ്ത് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഡേറ്റിൻ്റെ കോളം ഇൻഡെക്സ് നമ്പറാണ് കൊടുക്കേണ്ടത്, അതായത് 2. അത് കൊടുത്തതിന് ശേഷം വീണ്ടും കോമ കൊടുത്താൽ അടുത്ത ഇൻപുട്ട് ചോദിക്കുന്നതാണ്. ട്രൂ ആൻഡ് ഫോൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രൂ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് മാച്ചും ഫോൾസ് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് മാച്ചുമാണ്. ഇവിടെ നമുക്ക് എക്സാക്റ്റ് മാച്ചാണ് കൊടുക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ 0 കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്താൽ ഇവിടെ നമ്മുടെ ഫോർമുല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഫോർമുല ഒന്നുകിൽ നമ്മുടെ മൗസ് ഉപയോഗിച്ച് മാനുവലായിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് താഴോട്ട് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. തുടർന്ന് അടുത്ത കോളത്തിലോട്ടും ഇതുപോലെ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുകയോ അതല്ലെങ്കിൽ ഫോർമുല ബാറിൽ നിന്നും ഫോർമുല മാത്രം കോപ്പി ചെയ്ത് അടുത്ത കോളത്തിലോട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളം ഇൻഡെക്സ് നമ്പർ ശ്രദ്ധിക്കേണ്ടതാണ്. എമൗണ്ടിൻ്റെ കോളത്തിലോട്ടാണ് ഈ ഫോർമുല നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എമൗണ്ടിൻ്റെ കോളം ഇൻഡെക്സ് നമ്പറായ 4 ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ NA എന്ന് കാണിക്കുന്നതെല്ലാം നമ്മുടെ സോഴ്സ് ഫയലിൽ ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ് ആണ്, ഡാറ്റകളാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി, ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി വീണ്ടും കാണും വരെ ബൈ.